ഹൈറേഞ്ച് ഇപ്പോൾ മാറ്റത്തിന്റെ പാതയിലാണ്. തേയിലത്തോട്ടങ്ങളിൽ രാസവളങ്ങളുടെ തീക്ഷ്ണഗന്ധം കുറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. മലക്കണക്കിന് കിടക്കുന്ന തോട്ടങ്ങളിൽ ഈറൻ കാറ്റ് അഗ്നിശുദ്ധി വരുത്തി കൂടുതൽ പരിശുദ്ധയായിരിക്കുന്നു. ജൈവകൃഷിയുടെ പുതിയ താളങ്ങൾ ഇവിടുത്തെ കർഷകർ നെഞ്ചേറ്റി തുടങ്ങിയതിൻ്റെ സൂചനയാണിത്. നശിച്ചു പോകുന്ന പ്രകൃതിയുടെ സംരക്ഷണ ചുമതല കുറച്ചു വൈകിയാണെങ്കിലും അവർ ഏറ്റെടുത്തു കഴിഞ്ഞു എന്ന് വേണം അനുമാനിക്കുവാൻ. ഹൈറേഞ്ചിന്റെ ചരിത്രത്തിൽ മലീമസമാക്കപ്പെട്ട ഒരു വലിയ കാലഘട്ടം തന്നെയുണ്ട്. ഇവിടുത്തെ ഏലക്കാടുകളിൽ രാസമരുന്നുകൾ പെരുമഴ പോലെ പതിച്ചിരുന്ന കാലം. തേയിലത്തോട്ടങ്ങൾക്കുമീതെ തീവ്ര കീടനാശിനികൾ വഹിച്ച ഹെലികോപ്റ്ററുകൾ ഒരു പരുന്തിനെ പോലെ വട്ടമിട്ടു പറന്നിരുന്നു. കൊടും തണുപ്പിൽ ഘനീഭവിച്ച വിഷാംശം മുകളിലേക്ക് പോകാനാവാതെ ഭൗമമണ്ഡലത്തിൽ തങ്ങി നിന്നു. സസ്യരോഗങ്ങളെ തൂത്തെറിയുവാൻ കീടനാശിനികൾ തളിച്ചപ്പോൾ അതിനൊപ്പം പുതിയ രോഗാണുക്കൾ ഇങ്ങോട്ട് കുടിയേറ്റം ചെയ്യപ്പെട്ടു. ഓരോ വർഷവും കൂടുതൽ ശക്തിയാർജിച്ച രോഗങ്ങൾ മരുന്നുകളുടെ മറിമായത്തെ അതിജീവിച്ചു പോന്നു. മലനാട് അക്ഷരാർത്ഥത്തിൽ രാസവസ്തുക്കളുടെ നാടായി മാറി. മൂന്നാറിലെ ലാസ്യഭംഗിയും വെള്ളച്ചാട്ടങ്ങളുടെ ചാരുതയും മാത്രം കണ്ടറിഞ്ഞവർ ദൂരെ ഫ്യൂഡറാന്റെ മഴനൃത്തം ശ്രദ്ധിച്ചതേയില്ല. ഇത് ഇടുക്കി ജില്ലയിലെ തങ്കമണി എന്ന മനോഹര ഗ്രാമമാണ്. ഒരു പ്രാർത്ഥനയുടെ സുഹൃതം പേറി നിൽക്കുന്ന മലനാടൻ സുന്ദരി. ഇങ്ങോട്ടേക്കുള്ള കുടിയേറ്റത്തിന്റെ കാലം എപ്പോഴേ കഴിഞ്ഞിരിക്കുന്നു. ഇനി കുടിയിറക്കമാണ്. ഇവിടുത്തെ ജനത കൂടുതൽ ജീവിത സൗകര്യങ്ങൾ തേടി നഗരപ്രാന്തങ്ങളിലേക്ക് കുടിയിറങ്ങി തുടങ്ങിയിരിക്കുന്നു. ഇപ്പോഴിത് ഹൈറേഞ്ചിന്റെ പൊതു സ്വഭാവമാണ്. വറുതിയുടെയും കഷ്ടപ്പാടുകളുടെയും ഒരു കാലം മലനാടിന് സ്വന്തമായിരുന്നതാണ്. കുട്ടികളെ ദൂരെയുള്ള ഓലമേഞ്ഞ സർക്കാർ സ്കൂളുകളിലേക്ക് അയച്ച് മാതാപിതാക്കൾ ഏലക്കാടുകളിൽ പണിക്ക് പോയിരുന്ന കാലം. കഥനങ്ങളും സ്വപ്നങ്ങളും അതിൻ്റെ ഏറ്റവും തീവ്രതയിൽ തളിർത്തു. മലയാള ജനപ്രിയ സാഹിത്യം അന്ന് ഹൈറേഞ്ചിനെ മാത്രം കേന്ദ്രീകരിച്ചുള്ളതായിരുന്നു. നേട്ടങ്ങളും കോട്ടങ്ങളും കണ്ണീരും കിനാക്കളുമെല്ലാം ഹൈറേഞ്ചിൽ നിന്നുള്ള അക്ഷരക്കൂട്ടങ്ങളായി പുറം ലോകമറിഞ്ഞു. ക്രമേണ ആ സന്തോഷങ്ങൾ പോയി മറഞ്ഞു. അക്ഷരങ്ങൾക്ക് പഴയ മൂർച്ചയില്ലാതായി. മലനാട്ടിലെ ഹൃദയങ്ങളിൽ നിന്ന് അവിടുത്തെ കഥകളും മണ്ണിൽ നിന്ന് വളക്കൂറും നഷ്ടപ്പെട്ടു തുടങ്ങി. പൈങ്കിളി എന്ന് മുദ്രകുത്തപ്പെട്ട സാഹിത്യത്തിനൊപ്പം മുരടിച്ച സമ്പന്നതകളിൽ നിന്ന് ഇവിടുത്തെ ജനതയും പടിയിറങ്ങി. അവശേഷിച്ചവർ കീടനാശിനികളെ അതിജീവിച്ച കീടങ്ങളുമായി മല്ലിട്ട് ജീവിച്ചു പോരുന്നു. മാറിയ ഹൈറേഞ്ചിന്റെ പുതിയ വന്യഭംഗികളിലൂടെയാണ് ഹരിതഭാരതത്തിന്റെ ഈ പുലർകാല പ്രയാണം. സൂര്യപ്രകാശം ചെന്നെത്താത്ത കൊടും വനങ്ങൾ കൃഷിയിടങ്ങൾക്ക് വഴിമാറിക്കൊടുത്തിരിക്കുന്നു. തേയിലയും ഏലവും കുരുമുളകും പ്രദേശങ്ങൾ തിരിച്ച് കാർഷിക മുന്നേറ്റത്തിന്റെ പതാക ഉയർത്തി നിൽക്കുന്നു. സർക്കാർ നിയന്ത്രണ മേഖലയായി പ്രഖ്യാപിച്ച സംരക്ഷിത വനങ്ങളിൽ പോലും അനധികൃതമായ കൈകടത്തലുകളുണ്ട്. കോടമഞ്ഞ് പുതപ്പ് വിരിച്ച ഉൾനാടൻ വഴികളിലൂടെ ഒറ്റപ്പെട്ട കാറ്റാടി മരങ്ങളുടെ കുളിരേറ്റുവാങ്ങുന്ന ഈ മലനാടൻ യാത്രയുടെ സമ്മോഹനത വിവരണാതീതം തന്നെയാണ്. കല്ലാർകൂട്ടി ഡാം കഴിഞ്ഞ് കയറ്റിറക്കങ്ങൾക്കു ശേഷം കല്ലുപാകിയ കുത്തനെയുള്ള വഴിയിലൂടെ ഹരിതഭാരതം അന്വേഷിച്ചെത്തിയത് തങ്കമണി നിവാസിയായ ടോമി പീറ്റർ എന്ന കർഷകനെയാണ്. രാസവള പ്രയോഗത്താൽ നിഷ്ക്രിയമായി പോയ ഭൂമിയെ സംരക്ഷിക്കുകയെന്ന നിയോഗം തുടങ്ങി വിജയിപ്പിക്കുവാൻ ഇദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് അങ്ങേയറ്റം ആശാവഹമായിരുന്നു. പത്ത് വർഷങ്ങൾക്ക് മുൻപാണ് കട്ടപ്പനയിൽ നിന്നും ഭാര്യയെയും പറക്കമുറ്റാത്ത കുഞ്ഞുങ്ങളെയും കൂട്ടി ടോമി പീറ്റർ തങ്കമണിയിൽ എത്തിച്ചേരുന്നത്. കട്ടപ്പനയിലായിരുന്നു അദ്ദേഹത്തിന്റെ തറവാട്.